ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജ്യൂബിൾസ് ലേണിംഗ്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, CUET UG 2026 എക്സാമിനായിട്ട് വളരെയധികം തയ്യാറെടുത്തു, വളരെയധികം നന്നായി പഠിച്ച് എക്സാമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ് എൻ്റെ ഈ ഒരു വീഡിയോയുടെ തമ്പനയിൽ കണ്ട ഉടനെ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലേ. CUET UG എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള അറിയിപ്പ് NTA കഴിഞ്ഞ ദിവസം ഔട്ട് ചെയ്തിരിക്കുകയാണ്. ആ ഒരു അറിയിപ്പാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ CUET UG 2026 എക്സാം മെയ് 11 മുതൽ മെയ് 30 വരെയുള്ള ദിവസങ്ങളിലാണ് നടക്കുക എന്ന് നേരത്തെ തന്നെ NTA ഔട്ട് ചെയ്തിരുന്നു. ആ ഒരു ദിവസങ്ങൾക്കിടയിൽ നമുക്ക് ഏത് ദിവസങ്ങളാണ് എക്സാം എന്നും നമുക്ക് ഏത് സിറ്റിയിൽ വെച്ചാണ് എക്സാം എന്നും കൂടെ നമ്മൾ അറിയിച്ചു തരാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് NTA ഔട്ട് ചെയ്തിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മൾ എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഒരു 4ഓളം സിറ്റികൾ കൊടുത്തിട്ടുണ്ടാവും. ഒരു പക്ഷേ ആ സിറ്റികൾ തന്നെ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരുപാട് ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റൊക്കെ ആയതുകൊണ്ട് തന്നെ സെൻറ്റേഴ്സിൻ്റെ ലഭ്യത വളരെ കുറവുമായതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് കൊണ്ടും തന്നെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ NTA നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ, എക്സാമിൻ്റെ കുറച്ച് ദിവസം മുമ്പ് അഡ്മിറ്റ് കാർഡ് വരും, നമുക്ക് നമ്മുടെ സംസ്ഥാനത്തോ നമ്മുടെ ജില്ലയിലല്ലാതെ കിട്ടിയാൽ നമുക്ക് അവിടേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മുടെ സിറ്റി ഏത് ജില്ലയിൽ ഏത് സംസ്ഥാനത്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ നമുക്കൊരു സിറ്റി ഇൻറ്റിമേഷൻ അവർ അറിയിച്ചു തരും. ഡേറ്റും നമുക്ക് പറഞ്ഞു തരും ഏത് ഡേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കിയിട്ട് നേരത്തെ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് ആ സിറ്റിയിലേക്ക് എത്തിച്ചേരാനുള്ള യാത്രാ സൗകര്യം, അവിടുത്തെ അക്കോമഡേഷൻ എല്ലാം നമുക്ക് ഇപ്പോൾ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇന്നലെ രാത്രി 29th ഏപ്രിലിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു പബ്ലിക് നോട്ടീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് NTA പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിനുള്ള ഒരു പബ്ലിക് നോട്ടീസാണ്. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 11 മുതൽ മെയ് 26 വരെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ട് CUET UG എക്സാം കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ കാൻഡിഡേറ്റ്സിന് അവരുടെ എക്സാമിനേഷൻ അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് CUET 2026 അവരുടെ ലോഗിൻ ക്രെഡൻഷ്യൽ ഉപയോഗിച്ച് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഈ ഒരു നോട്ടീസിൽ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ലിങ്ക് കൂടെ ഇതിലുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് ഒരു കാൻഡിഡേറ്റ്സിനെയും ഈ പറയപ്പെട്ട സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിൽ കിട്ടിയിട്ടുള്ള സിറ്റിയിൽ ആ സെൻറ്ററിൽ വെച്ചിട്ടല്ലാതെ ആ ടൈമിൽ ആ ഡേറ്റിലല്ലാതെ മറ്റൊരു ഡേറ്റിലും ഒരാൾക്കും എക്സാം എഴുതാൻ പറ്റില്ല. അതുപോലെ തന്നെ നോ റിക്വസ്റ്റ് ഫോർ ചേഞ്ചസ് ദ എക്സാം ഡേറ്റ് ഓർ ഷിഫ്റ്റ് വിൽ ബി അണ്ടർടേക്കൺ. അതും ചേഞ്ച് ചെയ്യാനുള്ള നിങ്ങൾ റിക്വസ്റ്റും കൊടുക്കേണ്ടതില്ല എന്നും NTA കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു അലോട്ടഡ് ടൈമിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം വളരെ പരിമിതമായിട്ടുള്ള സെൻറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചേഞ്ച് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ അലോട്ട് ചെയ്യപ്പെട്ട സമയത്ത് സ്ഥലത്ത് കൃത്യമായിട്ടുള്ള ആ സിറ്റിയിൽ തന്നെ നിങ്ങൾ എക്സാമിന് എത്തിച്ചേരണം. അതിൻ്റെ അഡ്മിറ്റ് കാർഡിൽ ശേഷം വരുന്ന അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ കറക്റ്റ് സെൻറ്റർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഷിഫ്റ്റ് അല്ലേ, രാവിലത്തെ മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ടാവും, ഈവനിങ് ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് സമയവും നിങ്ങൾക്ക് ഈ ഒരു സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിൽ കാണാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് ഇതൊരു അഡ്മിറ്റ് കാർഡ് അല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇതുമായിട്ട് എക്സാമിനേഷൻ സെൻറ്ററിൽ പോയാൽ നിങ്ങളുടെ എൻട്രി തരില്ല. അഡ്മിറ്റ് കാർഡ് ശേഷം നിങ്ങൾക്ക് തരും. ശേഷം NTA തന്നെ ഔട്ട് ചെയ്യും. അപ്പോൾ അഡ്മിറ്റ് കാർഡ് അന്നപ്പോൾ ഡൗൺലോഡ് ചെയ്ത് അതുമായിട്ടാണ് എക്സാമിന് പോകേണ്ടത്. ഇത് വെറും ജസ്റ്റ് നിങ്ങൾക്ക് സിറ്റി എവിടെയാണെന്ന് അറിയിച്ചു തരുന്ന മാത്രം ഒരു സ്ലിപ്പാണ്. ഈ സ്ലിപ്പ് കൊണ്ട് ജസ്റ്റ് നിങ്ങളുടെ സിറ്റി അക്നോളജ് ചെയ്യാനുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഓഫ് CUET UG ഷാൾ ബി ഇഷ്യൂഡ് ലേറ്റർ. ഓക്കെ, ഇനി ഇതിൽ തന്നെ പ്രത്യേകമായിട്ട് മറ്റൊരു കാര്യം കൂടെ പറയുന്നു. ഇറ്റ് മേ ബി നോട്ട് കാൻഡിഡേറ്റ്സ് ഹൂസ് ലൈവ് ഫോട്ടോഗ്രാഫ് നോട്ട് മാച്ച് വിത്ത് ദ ഫോട്ടോഗ്രാഫ്സ് അവൈലബിൾ ഇൻ ദർ ആധാർ ഡ്യൂറിംഗ് ദ ഫില്ലിംഗ് ഓഫ് അപ്ലിക്കേഷൻ ഫോം. ഫോർ ദോസ് ഹു രജിസ്റ്റേർഡ് യൂസിങ് എനി അതർ ഐഡൻറ്റിറ്റി പ്രൂഫ് മസ്റ്റ് ക്യാരി ദ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ നേരത്തെ ഒരു ഇത് ചെയ്തിരുന്നു അല്ലേ. നമ്മുടെ അപ്ലിക്കേഷൻ്റെ സമയത്ത് ആധാർ കാർഡിലെ ഫോട്ടോയും ലൈവ് ഫോട്ടോയും മിസ്മാച്ച് ചെയ്ത ആളുകൾക്ക് അഡീഷണലായിട്ട് മറ്റൊരു സമയം കൂടെ അലോട്ട് ചെയ്ത് കൊടുത്തിരുന്നു. അവർക്ക് അവരുടെ ഗസറ്റഡ് ഓഫീസറുടെ ഒരു റിക്വസ്റ്റ്, ഒരു സൈൻ, അതുപോലെ തന്നെ അവരുടെ അറ്റസ്റ്റേഷനൊക്കെ വാങ്ങിയിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നു. അപ്പോൾ നിർബന്ധമായിട്ടും അങ്ങനെ അപ്ലോഡ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മിസ്മാച്ചിൻ്റെ ഇഷ്യൂ വന്നിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള പേപ്പർ, അതായത് നിങ്ങളെ ഫോട്ടോ വെച്ച് ഗസറ്റഡ് ഓഫീസർ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എക്സാം ഹാളിലേക്ക് ക്യാരി ചെയ്യണം എന്നുള്ള ഇവിടെ നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കൊണ്ടുപോയിരിക്കണം. അറ്റ് ദ എക്സാമിനേഷൻ സെൻറ്റർ ഫോർ ഫിസിക്കൽ വെരിഫിക്കേഷൻ അല്ലേ. എക്സാമിനേഷൻ്റെ അന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം, അത് കൊണ്ടുപോയിരിക്കണം അല്ലേ. ഏപ്രിൽ 7 വന്നിരിക്കുന്ന ഈ ഒരു പബ്ലിക് നോട്ടീസിൽ നേരത്തെ വന്ന പബ്ലിക് നോട്ടീസിൽ പറഞ്ഞ ആ ഒരു വെരിഫൈഡ് ഡോക്യുമെൻ്റ് നിങ്ങൾ ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എക്സാമിന് കൊണ്ടുപോകണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു പബ്ലിക് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്.
പിന്നെ നമ്മളോട് റെഗുലറായിട്ട് NTA വെബ്സൈറ്റ് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. എന്തെങ്കിലും ഇനി അപ്ഡേറ്റ്സ് വന്നാൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെയിലിലേക്ക് എന്തെങ്കിലും മെയിൽ അയക്കാം. അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റും ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനിയും CUET UG 2026 എക്സാമിന് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ എജുബിൾസ് ലേണിങ്ങിൻ്റെ ടെസ്റ്റ് ഓൺലി ബാച്ച് ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് എക്സാം വരെ ഇനി വരുന്ന 10 ദിവസം കൃത്യമായിട്ട് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് അതിൻ്റെ വീഡിയോ ക്ലാസ്സുകളും നിങ്ങൾക്ക് അതുകൂടെ അവൈലബിൾ ആയിരിക്കും. വളരെ കുറഞ്ഞ ഫീസിൽ ടെസ്റ്റുകൾ ചെയ്ത് മാത്രം പഠിക്കാനുള്ള ഒരു പ്ലാൻ എജുബിൾസ് ലേണിംഗ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. പ്രധാനമായിട്ടും നിങ്ങൾ ഇതിൽ തന്നെ ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് നല്ലൊരു പഠനം നടത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്താം. എജുബിൾസ് ലേണിങ്ങിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾ എക്സാമിനോട് നേരുകയാണ്. ഈ ഒരു സന്ദേശത്തോടു കൂടെ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. നന്ദി.